Dear students, in our last class we have discussed the journal entries related to issue of preference shares, and similar one is issue of debentures, and today we are discussing the area issue of debentures. It is also similar to issue of equity share, preference share, etc. The only difference in the journal entry is we have to use the words debentures instead of share capital. For example, നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എഴുതാറുള്ളത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നിങ്ങനെയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് വി വിൽ യൂസ് ദ സെയിം എൻട്രി ആസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഷെയർ അപ്ലിക്കേഷന് പകരം നമ്മൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കും. ആൻഡ് ഓൾസോ ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ഇവിടെ ഡിബഞ്ചറിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കും ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ഡെറ്റ് ടു ഡിബഞ്ചേഴ്സ്. നമ്മൾ ഡിബഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയില്ല. ഷെയർ ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും, ഡിബഞ്ചർ ക്യാപിറ്റലിനെ നമ്മൾ ഡിബഞ്ചർ എന്നേ വിളിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിമാണ്. ഷെയർ അപ്ലിക്കേഷൻ, ഡിബഞ്ചർ അപ്ലിക്കേഷൻ, ഷെയർ അലോട്ട്മെൻറ്റ്, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്, ഷെയർ ഫസ്റ്റ് കോൾ, ഡിബഞ്ചർ ഫസ്റ്റ് കോൾ, ഈ രീതിയിലാണ് ജേർണൽ എൻട്രി ചെയ്തത്. സോ ഓൾ ദ എൻട്രീസ് ആർ സിമിലർ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രിഫറൻസ് ഷെയറിൽ പറഞ്ഞ പോലെ ഡിബഞ്ചറിൻ്റെ കേസിലും പെർസെൻറ്റേജ് തരാം. ഫോർ എക്സാമ്പിൾ 10% ഡിബഞ്ചർ, 9% ഡിബഞ്ചർ. ഈ കേസിലൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിക്കണം. 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ ഡെറ്റർ, 9% ഡിബഞ്ചർ, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദെൻ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് നമ്മൾ സാധാരണ പോലെ ജേർണൽ എൻട്രിയാണ്. ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു 8% ഡിബഞ്ചർ അപ്ലിക്കേഷൻ, then 8% debenture application debt to 8% debentures. Then allotment case 8% debenture allotment debt to 8% debentures. Then bank account debt to 8% debenture allotment. Then 8% debenture first call debt to 8% debentures, bank account debt to 8% debenture first call. So we have used the words debentures instead of share. And instead of share capital we will use only the word debentures. That is the difference. Okay, let us go through an example. P Limited issued 1,07,000 debentures of rupees 10 each. That is 1 lakh debentures. So 1 lakh debentures of rupees 10 each, payable rupees 3 on application, rupees 4 on allotment, and the balance on first call 3 plus 4 7. So the balance on first call will be 3. So 343, this is the amount. The company received application for all the debentures. എല്ലാ ഡിബഞ്ചേഴ്സിനും ആപ്ലിക്കേഷൻ കിട്ടി, ആൻഡ് ഓൾ ദ എമൗണ്ട്സ് ഡ്യൂ വർ റിസീവ്ഡ്, മുഴുവനായി കിട്ടിയിരുന്നു. ഓക്കെ, ഗിവ് ജേർണൽ എൻട്രീസ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. സാധാരണ ഷെയറിന് ഉപയോഗിക്കുന്ന സെയിം ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം എൻട്രീസാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ, എമൗണ്ട് വരെ 1 lakh into 3 lakhs, 3 lakhs. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ഡെറ്റ് ടു ഡിബഞ്ചേഴ്സ് 3 lakhs. Okay, then next installment, it is allotment it is 1 lakh into 4. So here it is 4 lakhs. Then bank account debt to debenture allotment 4 lakhs. Okay, the next installment is first call. The amount is 1 lakh into 3 lakhs. So we will use 3 lakhs. Then here also 3 lakhs. So the entries in case of debenture issue are similar, except that we will use the word debenture instead of share capital. Okay. Now I am giving you one more problem. That is, P Limited issued 60,000 debentures of rupees 60,000, 9% debentures of rupees 10 each. So the question is, P Limited issued 60,000, 9% debentures of 10 each, payable rupees 4 on application, 4 on allotment, and rupees 3 on first call. 10 രൂപയുടെ ഡിബഞ്ചറാണ്. പക്ഷേ ഇവിടെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 4 + 4 + 3 11 വരുന്നുണ്ട്.
₹10 ഡിബഞ്ചർ വാല്യൂ, ബാക്കി ₹1 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്രീമിയം. ഓക്കെ, ഡിബഞ്ചർ പ്രീമിയം. ദെൻ ദ കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻ ഫോർ ഓൾ ദ ഡിബഞ്ചേഴ്സ്. എല്ലാ ഡിബഞ്ചേഴ്സിനും ആപ്ലിക്കേഷൻ കിട്ടുന്നു. ആൻഡ് ഓൾ എമൗണ്ട്സ് ഡ്യൂ വേർ റിസീവ്ഡ്. ഇപ്പോൾ ഡിബഞ്ചർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന കേസാണിത്. ഓക്കെ, ഗീവ് ജേണൽ എൻട്രീസ്. ഓക്കെ ഓക്കെ, ടേക്ക് ദിസ് ആസ് ആൻ അസൈൻമെൻറ്റ് ഫോർ യു. So write down the question, solve the problem and send me the photo of your answer into my WhatsApp number. Okay, thank you.